Question number 11. ന്യൂക്ലിയർ എന്ന് പറയുന്ന ലെസണിൽ ബൈൻഡിങ് എനർജി ആൻഡ് സ്റ്റെബിലിറ്റി ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ബൈൻഡിങ് എനർജി ഫോർ ദി ഫോളോയിങ് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ആ റിയാക്ഷൻ നമുക്ക് നോക്കാം. He3 പ്ലസ് ന്യൂട്രോൺ ഗീവ്സ് He24 പ്ലസ് 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എപ്പോഴും എനർജി റിലീസ്ഡ് എന്ന് പറയുന്നത് EP മൈനസ് ER നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രോഡക്റ്റ് ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടൻസ് അല്ലേ. അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ E ഓഫ് ബൈൻഡിങ് എനർജി ഓഫ് അല്ലേ He24 മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് He23 അത് 20 ആണ് അല്ലേ. സോ He24ന്റെ ബൈൻഡിങ് എനർജിയാണ് കൂടുതൽ, ശരിയല്ലേ? ഈ ഡിഫറൻസ് അപ്പോൾ ഇവിടെ കൂടുതൽ ആർക്കാ കൂടുതൽ? ഇവനാണ് കൂടുതൽ, He24നാണ് കൂടുതൽ. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ നമ്മൾ നോക്കിയാൽ ബൈൻഡിങ് എനർജി ഓഫ് He25 മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് He24 ഈക്വൽ ടു -0.9 അല്ലേ. അപ്പോൾ ക്ലിയർ ആയി ആരതാ കൂടുതൽ? He24നാണ് കൂടുതൽ. അപ്പോൾ He24ന്റെ ബൈൻഡിങ് എനർജി മാക്സിമം ആണെങ്കിൽ He24 ആണ് മോർ സ്റ്റേബിൾ അല്ലേ. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് He24 അല്ലെ, ഇത് X3 എന്നും ഇവന്റെ സ്റ്റെബിലിറ്റി X3 എന്നും ഇവന്റെ X4 എന്നും ഇവന്റെ X5 എന്നും എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആർക്കാണ് ഈ രണ്ടെന്നും നമുക്ക് മനസ്സിലായി. ആരെ ബൈൻഡിങ് എനർജിയാണ് കൂടുതൽ? He24നാണ് കൂടുതൽ. അപ്പൊ He24 ആണ് മോർ സ്റ്റേബിൾ. ഓക്കെ, ഇനി നമ്മളിതാ ഈ രണ്ട് ഇക്വേഷൻ ഈ ഡിഫറൻസ് നോക്ക് അല്ലേ. അപ്പൊ ഇവിടെ ഈ He24 He25 നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഡിഫറൻസ് 0.9 ഉള്ളൂ. ഇവിടെ എത്രയുണ്ട്? 20 ഉണ്ട് അല്ലേ. അപ്പൊ ഈ He24 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെ He23യും He25ഉം ആരാണ് മോർ സ്റ്റേബിൾ? He25 ആണ് മോർ സ്റ്റേബിൾ. ഇതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെ ബൈൻഡിങ് എനർജി കൂടുതൽ ആർക്കാ? ഇവനല്ലേ വരിക അല്ലെ. അപ്പൊ അടുത്ത സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് ആർക്കാണ്? He25 X5 ആണ് കൂടുതൽ അല്ലെ. അപ്പൊ മിനിമം ആർക്കാ വരുന്നത്? He23ക്കാണ് അല്ലെ. അപ്പൊ X4 ഗ്രേറ്റർ ദാൻ X5 ഗ്രേറ്റർ ദാൻ X3 എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ.